ഹലോ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബാരിഷ് സൈലിലേക്കാണ്. ബാരിഷ് സൈൽ എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ റേഞ്ചാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഹൈക്കിങ്ങിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ബാരിഷ് സൈലിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. ഷിലസേ എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. ഈ ലേക്കിന് ചുറ്റിയിട്ടാണ് നമ്മൾ ബാരിഷ് സൈലിലേക്ക് പോകുന്നത്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ടിട്ട് ആൾക്കാർ ഇതേപോലെ സൈക്ലിങ്ങിനും നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. ബിയർ ഗാർഡനിലൊക്കെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ബിയറൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള നല്ല സണ്ണി ആയിട്ടുള്ള ഡേ ആയതുകൊണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് ലേക്കിൻ്റെയും കൂടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വന്ന ട്രെയിൻ. ഒരു കുട്ടി ട്രെയിനാണ് ഇത്. മ്യൂണിക്കിൽ നിന്ന് എടുത്തപ്പോൾ കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു വലിയ ട്രെയിൻ 3 പാർട്ടായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ബോഗി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എവിടേക്കോ ആണ് ഞങ്ങൾ പോകുന്നത്. കറക്റ്റായിട്ട് അറിഞ്ഞൂടെ എവിടേക്കാണ്. ഇതിൻ്റെ സൈഡിലൊരു ഈ ചെറുതായിട്ടൊരു സ്ട്രീമൊക്കെ പോകുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല രസമുണ്ട്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ ഹോഹ്ക്രോയത്തിലേക്ക് പോകാനാണ് ഇന്നത്തെ പ്ലാൻ. എന്താവെന്ന് അറിഞ്ഞൂടാ. അപ്പം അത് എന്തോ ഒരു ഫുഡ് റെസ്റ്റോറൻ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ മേലേക്ക് കയറാൻ തുടങ്ങിയാണ്. സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. അപ്പോൾ മേലേക്ക് ഞങ്ങളെ മുന്നേ കയറിപ്പോയ ആൾക്കാരൊക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ട സ്ട്രീമിൻ്റെ ബാക്കി ഇവിടെയുണ്ട്. ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ നടക്കണ വഴിയിലും മരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴേന്ന് ഒരു 15 മിനിറ്റ്സ് മേലേക്ക് കയറണം. അത് കഴിഞ്ഞിട്ടാണ് ഈ വാട്ടർഫാള്. ഇത് കറക്റ്റായിട്ടുള്ള വഴിയൊന്നുമല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത് ആൾക്കാരിവിടെ നടന്ന് ഉണ്ടാക്കിയുള്ള വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നേക്കണേ. എൻ്റെ ഒപ്പം ജോളി ചേട്ടനാണ്. സോ ആളിപ്പോൾ ഇവിടെ ഡ്രോണൊക്കെ കൊണ്ടുവന്ന് ഡ്രോണൊക്കെ പറത്താനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ആളുടെ കയ്യിൽ ഡ്രോണൊക്കെ കാണാനല്ലേ നിങ്ങൾ. നല്ലൊരു വാട്ടർഫോളാണ് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ താഴെയാണ് കാണുന്നത്. ഞാൻ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണിച്ചത്. ഞാൻ തുഞ്ചത്തായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഇനിയും ഫ്രണ്ടിലേക്ക് പോകാനുള്ള ധൈര്യമൊന്നുമില്ല. ഇതാണ് വാട്ടർഫാൾ. നല്ല രസമുണ്ട് കാണാൻ. ആശാൻ്റെ ഡ്രോണിനെ പറത്തി വിടുന്നുണ്ട്. ശരിക്കും കുറച്ചും കൂടി സമ്മറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. ഇപ്പം മൊത്തത്തിൽ പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പച്ചയായിട്ടില്ല. അതുകൊണ്ടിട്ട് ഇപ്പം നിങ്ങൾ കാണുമ്പോഴായാലും ചില സ്ഥലത്തൊക്കെ പച്ചയും ചില സ്ഥലത്ത് ഇപ്പോഴും ഗ്രേ ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ഈ ഒരു മലയുടെ മേലെയൊക്കെ ഇപ്പോഴും ഉണ്ട്, സ്നോ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ വൈറ്റ് കളറിൽ കാണുന്നത്. ഇതിൽ ഞാൻ ജർമ്മനി വന്ന സമയത്ത് എല്ലാ വീക്കെൻഡും ഇതേപോലെ ഹൈക്കിങ്ങിന് പോകുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ആ ശീലമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേച്ചറായിട്ട് കുറേ കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളിപ്പോൾ പതുക്കെ ഈ ഒരു വാട്ടർഫാളിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഹൈക്കിങ്ങിന് പോകുമ്പോഴാണ് കുറച്ചും കൂടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ ആ ഒരു നേരത്തെ അപ്പുറത്തുനിന്ന് കണ്ട ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വാട്ടറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ എത്തി. ഇവിടുന്ന് കുറച്ചും കൂടി നല്ലൊരു വ്യൂ ആട്ടോ, അപ്പുറത്തെ പോലെയല്ല. സോ നല്ല രസമുണ്ട്. ശരിക്കും മുന്നേ വന്നപ്പോൾ കുറച്ചും കൂടിയിട്ട് ഒരു എന്താ പറയുക, ഇച്ചിരിയും കൂടി ഗ്രീനിഷ് ആയിട്ടുള്ള കളറായിരുന്നു. ഇപ്പോൾ അത്ര ഗ്രീനല്ല, എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളാണ്. സംഭവം നമ്മുടെ നാട്ടിലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയും വലുതൊന്നല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാനുണ്ടാവും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റണ്ടോന്ന്, എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെയൊക്കെ നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്.
ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ താഴേക്ക് പോകുന്നത്. നല്ല അത്യാവശ്യം സ്റ്റീപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കണതും അത്യാവശ്യം ഹൈറ്റിലാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഒരു റിസോർട്ടും കൂടിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഇവിടുന്ന് പോണ ലക്ഷണമില്ല ഗൈസ്. ഇപ്പം ആശാൻ വേറെ ഏതൊക്കെയോ ഷോർട്സോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡ്രോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടിയും അടുത്തുനിന്ന് വാട്ടർഫാളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ മേലേക്ക് കയറുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ വെച്ചിട്ട് പാതിക്ക് വെച്ച് ഒരു 20 മിനിറ്റ്സും 30 മിനിറ്റ്സുള്ള വഴി കണ്ടു. അപ്പം ഞങ്ങൾ എന്തായാലും 20 മിനിറ്റ്സ് ഉള്ളത് എടുക്കാമെന്ന് വെച്ചു. അത് പക്ഷേ നല്ലൊരു ഡിസിഷനായിരുന്നു എന്നറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എന്തായാലും ആ 20 മിനിറ്റ്സിൻ്റെ വഴി ഇത് കുറച്ച് താഴേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ മേലേക്ക് വീണ്ടും കയറിയാ. അപ്പം ഞങ്ങളിപ്പോൾ കയറി വന്ന ആ ഒരു ഹൈറ്റിൻ്റെ ഗെയിനൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. എന്തായാലും ഇനി ഒന്നേന്ന് വീണ്ടും തുടങ്ങണം. ഈ ഒരു സ്ഥലം നമ്മൾ താഴെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് പോണേ. ഇവിടെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒട്ടും ആഴമില്ലാണ്ടാണ് വെള്ളം പോണേ. നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഉണ്ടോ. അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രെഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തവള ഇവിടെ താമസിക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവർ അത്യാവശ്യം നന്നായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൂടെയൊക്കെ വെള്ളം വരേണ്ടതായിരുന്നു എന്ന് തോന്നണം. എന്തായാലും ഇപ്പോൾ വെള്ളമൊന്നും കാണാനില്ല. പക്ഷെ ഞാനിപ്പോൾ നടന്നു വന്നപ്പോൾ ഒരു എന്താ പറയുക വാട്ടർഫാളിൻ്റെ വേറൊരു വ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് എത്രത്തോളം വിസിബിളാണ് എന്ന് നോക്കാം കേട്ടോ. കൊള്ളാം, നൈസ്. അപ്പോൾ ഇതും കൂടിയിട്ട് കാണാൻ പറ്റി ഞങ്ങൾക്ക്. ഇത് ഞാൻ മുന്നേ വന്നപ്പോൾ കണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ. കാരണം വാട്ടർഫാളിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട്. ഇത് ഇവിടെ ചെറിയ പിള്ളേർക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവർ എത്രത്തോളം എന്താ പറയുക, എത്രത്തോളം തോട്ട്ഫുള്ളായിട്ടാണ് ഈ ഒരു കാര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഹൈറ്റിലാണ്. ഞങ്ങൾ ഒരു എന്താ പറയുക, ഞങ്ങളുടെ വാച്ചിലൊക്കെ നോക്കിയപ്പോൾ 900 മീറ്റേഴ്സ് മേലെയാണ് ഈ ഒരു സ്ഥലം. പക്ഷെ എന്നിരുന്നാലും ഇവിടെ കുട്ടികളെയും കൊണ്ടിട്ടാണ് സാധാരണ ഹൈക്കിങ്ങിന് വരാറ്. അപ്പോൾ അവർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി കണക്കാക്കിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരിവിടെ പണിത് വെച്ചേക്കണേ. അങ്ങനെ ഏറ്റവും അവസാനം ഞങ്ങളിവിടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഹോക്രോയത്തിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മേലെ എത്തിയിട്ട് അവിടെ നിന്ന് ഈ റെസ്റ്റോറൻറ്റൊക്കെ കാണാനുണ്ട്. ആ അറ്റത്ത് ചെറുതായിട്ട് റെസ്റ്റോറൻറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു മേലെ കാണുന്ന ആ ഒരു പോയിൻ്റാണ് വെല്ലർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരെയും ആൾക്കാർ ഹൈക്ക് ചെയ്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്രയ്ക്കൊന്നും പോയില്ല. നമ്മളിവിടെ വെച്ചിട്ട് നിർത്തിയാണെങ്കിൽ 3 അവേഴ്സ് മേലേക്ക് ഹൈക്ക് ചെയ്താലാണ് അവിടെ എത്തുക. നമ്മൾ അത്രയും വലിയൊരു ഹൈക്കിന് പ്രിപ്പയർഡ് ഒന്നുമല്ല. ഇവിടെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ടാണ് കുട്ടികളെയും കൊണ്ടിട്ട് ഹൈക്കിങ്ങിനൊക്കെ വരാറ്. അപ്പോൾ ആൾക്കാർ ഇന്നും ഹൈക്കിങ്ങിന് കുട്ടികളൊക്കെ കൂട്ടി വന്നിട്ടുണ്ട്. അവരായാലും കുറേയൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഹൈക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലേ തൊട്ടിട്ട് ആ ഒരു ശീലം ഇവിടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കണമൊക്കെ ഉണ്ട്. ആരും ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു പരിസരത്തേക്ക് പോകുന്നത് അങ്ങനെ കാണാനില്ല. പിന്നെ അങ്ങനെ മേലേക്കും കയറുന്നത് കാണാനില്ല കേട്ടോ. വരുന്നവരൊക്കെ മേലേന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. കിട്ടിയ അവസരമില്ല, ഇവിടെ വരെ വന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു ഡ്രോൺ ഇവിടെയൊക്കെ പറത്തിയിട്ട് ഈ ഒരു മെഡോസൊക്കെ എങ്ങനെ ഉണ്ടാവും, ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കും.
അപ്പോൾ ഈ ഡ്രോണിൽ കൂടെ കാണുന്ന ആൽപ്സിൻ്റെ ഒക്കെ പാർട്ടാണ്. ഈ ആൽപ്സിൻ്റെ ഒക്കെ പാർട്ട് തന്നെയാണ് ബൈറിഷെൽ, അല്ലെങ്കിൽ ബൈറിഷെല്ലിൻ്റെ അടുത്ത് തന്നെയാണ് ആൽപ്സൊക്കെ കിടക്കുന്നത്. ഈ ആൽപ്സ് എന്ന് പറയുന്നത് ജർമ്മൻ ആൽപ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. നല്ല പച്ചപ്പും അതേപോലെ തന്നെ ഹരിതാപമൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം മേലേന്ന് കാണാനായാലും നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരച്ച് വെച്ചേക്കണ പോലെയാണ് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ. ഹൈറ്റിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ മേലേക്ക് നമ്മളിനി പോകുന്നില്ല, നടക്കില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം അത്യാവശ്യം ഫിറ്റ്നസ്സൊക്കെ വേണം. അപ്പോൾ ഞങ്ങളൊരു ഈസി ഹൈക്ക് എന്നുള്ള രീതിക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വെൻഡൽസ്റ്റൈൻ്റെ അടുത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഷോട്ടൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡ്രോണൊക്കെ പറത്തി നോക്കി. അപ്പോൾ പറത്തി നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രോൺ 2 കിലോമീറ്റർ കൂടുതൽ മേലേക്ക് പോവില്ല. അപ്പോൾ അതിലും അകലെയാണ് ഈ ഒരു പീക്ക് നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അധികം നല്ല ഷോട്ട്സ് ഒന്നും കിട്ടിയില്ല. അകലെ നിന്നുള്ള വ്യൂ തന്നെയാണ് ഡ്രോണിലും കിട്ടിയത്. ഹയസ്റ്റ് പോയിന്റിൽ നമ്മളിനി താഴേക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കയറിയ വഴിയല്ല തിരിച്ചിറങ്ങുന്നത്. തിരിച്ചിറങ്ങിയ വഴിയായാലും നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. ഇതേപോലെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ താഴെ വരെ എത്തണം. അവിടെ താഴെ വണ്ടിയൊക്കെ പോണത് കാണുന്നുണ്ട്. അവിടെ വരെ നമ്മൾ എത്തണം. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ് കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. അപ്പോൾ താഴെ നോക്കിയാണ് ഞങ്ങൾ നടക്കണേ. എങ്ങാനും കാല് തട്ടിക്കഴിഞ്ഞാൽ താഴെ കിടക്കും. താഴെ വല്ലയിടത്തും കിടക്കണ്ടാവും. അതെ, എന്തെങ്കിലുമൊക്കെ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് ഞങ്ങൾ വെച്ചേക്കണേ, അല്ലെങ്കിൽ വീഡിയോ. സോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കൊള്ളാം. ടൗണൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറച്ച്. ഞങ്ങൾ ഈ ഇരുന്ന സമയം കൊണ്ടിട്ട് ഒരു ലോഡ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങുന്നുണ്ട്. തിരിച്ചിറങ്ങണ വഴിയിലൊക്കെ നമുക്ക് ഈ ടൗൺ അകലിന്ന് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളായാലും അവർ നല്ല ഓടിച്ചാടി ഇറങ്ങുന്നു. ആയാലും ലാസ്റ്റായിട്ട് ഒന്നും കൂടിയിട്ട് ആ വാട്ടർഫാൾ കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയിട്ട് മേലേക്ക് കയറുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞ് എന്തായാലും ബാനോഫിലേക്ക് പോവാം. നമ്മൾ തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തിയൊക്കെയാണ്. മേലെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 hours അടുത്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ മേലെ ചെന്നിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ നിന്നിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് ഇവിടെ താഴെ എത്തിയേക്കണേ. ഇനിയും ഒരു 5 minutes കൂടി താഴേക്ക് ഇറങ്ങിയാലാണ് ഞങ്ങൾക്ക് ട്രെയിൻ സ്റ്റേഷൻ അവിടെ എത്താം. എങ്ങനെയോ എത്തി. എല്ലാവരും ബാക്കിലേക്കാണല്ലോ പോണേ. ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ട്. ട്രെയിൻ സീറ്റ് കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നോക്കാം. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാനിലേക്ക് തന്നെ വിചാരിച്ചത്രയും തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളവിടെ സ്റ്റേഷനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ കുറേ സീറ്റ്സ് ഇപ്പോഴും ഒഴിവുണ്ട്. നമ്മൾ വിചാരിച്ചത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 2-3-4 സ്റ്റോപ്പ് കഴിയുമ്പോൾ ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ ആ ലേക്കിൻ്റെ അവിടെ ചെല്ലുമ്പോഴേക്കും കുറച്ചും കൂടിയിട്ട് തിരക്കുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ മ്യൂണിക്കിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.